അതിനേക്കാൾ ഉപരി ഒന്നും ഈ പടത്തിലില്ല. പക്ഷെ ഇതൊരു ഫീൽ ഗുഡ് ഫാമിലി സിനിമയായിരിക്കും. ക്രിസ്മസിന് കാണാൻ പറ്റുന്ന ഒരു നല്ല പടം ഡെലിവറി ചെയ്യാൻ ഡയറക്ടർ അഖിൽ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. സോ താങ്ക് യു. രാജയുടെ ഞങ്ങളുടെ പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. ഇത്രയും നല്ലൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ മികച്ചൊരു ടീമായിരുന്നു. ഇതിൽ പ്രൊഡ്യൂസർ മാത്രമാണ് പുതിയൊരാളുള്ളൂ. ബാക്കി എല്ലാവരും ഈ ഒരു ഇൻഡസ്ട്രിയിൽ കഴിവ് തെളിയിച്ച ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പോൾ നിവിനായാലും നിവിന് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. അത്ര ഗംഭീരമായിട്ട് പഴയ നിവിനാണ് നമ്മളിത് തിരിച്ചു കൊണ്ടുവരുന്നത്. അതിന്റെ എല്ലാ ക്രെഡിറ്റും ആക്കി തന്നെയാണ് തീർച്ചയായിട്ടും അത് ഡയറക്ടർ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. താങ്ക് യു വെരി മച്ച്. സർപ്രൈസിംഗ്ലി കണ്ടുപിടിച്ച ഒരു ഞാൻ അപേക്ഷിച്ച കുട്ടി നല്ലൊരു ആക്ടറാണ്. ഡ്രാമയിലത്തെ ആക്ടർ എന്നൊക്കെ പിന്നെ മനസ്സിലാവുന്നത്. ഡയറക്ടർ മാത്രമല്ല അതിഗംഭീര പെർഫോമൻസ് ആണ്. എനിക്ക് പേഴ്സണലി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നാണ്. ഇനി അങ്ങോട്ട് ഇയാളുടെ ട്രാവൽ നമുക്ക് കാണാൻ പോകുന്നതാണ്. ഭയങ്കര സന്തോഷം. എൻ്റെ അടുത്ത് അഖിലി പടം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിന്റെ കഥ പറയാൻ വേണ്ടി വന്നപ്പോൾ കഥ കേട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു സ്റ്റോറി നറേഷൻ ആയിരുന്നു അഖിലിന്റെ. പടം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഐ എം ഷുവർ ആ കഥ നറേറ്റ് ചെയ്ത രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ ഞാൻ സിനിമ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതൊരു ചെറിയ വേഷം അഭിനയിക്കാൻ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വേഷം തന്നു. അതിൽ ഭയങ്കര കൃതാർത്ഥനാണ്. സോ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൂടെ അരുണുണ്ട്, അറിയാലോ ഡയസറിലത്തെ പുലിയാണ്. ഞാൻ അച്ഛൻ്റെ കൂടെയാണ് ഡയസറെ കണ്ടത്. അപ്പോൾ അച്ഛൻ തിയേറ്ററിൽ നിന്നിട്ട് ഇവന്റെ സീൻ ഉണ്ടല്ലോ, മറ്റേ ഫുട്ബോൾ കളിച്ചിട്ട് കുഴപ്പമില്ല ഓക്കെ എന്ന് പറയുന്നുണ്ടോ. അച്ഛൻ അതുകൊണ്ട് ഷൂ ഷൂ അങ്ങനെ ശബ്ദം ഉണ്ടാക്കി. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഇത് കാണുമ്പോഴാണ് അച്ഛൻ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ശബ്ദം കിട്ടിയവരാണ് ഹ്യൂമറൊക്കെ. നമസ്കാരം. ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റുന്നതിന്. പ്രത്യേകിച്ച് ഇവരുടെ പ്രോസസ്സിന്റെ ഭാഗമാകാൻ പറ്റുന്നതിന് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായില്ല. ഞാനൊരു ചെറിയ വേഷം ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. കൂടെ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീം. അപ്പം മൊത്തത്തിൽ ഫ്രം സ്റ്റാർട്ട് ഈ പടം അറിയാം. അപ്പോൾ ഭയങ്കര രസമായിട്ടാണ് ഇവർ ഷൂട്ട് ചെയ്തതും. അതിന്റെ പ്രോസസ്സ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഇവരപ്പോൾ തന്നെ മഴ ഇന്ന് ഷൂട്ട് നിർത്താം. അപ്പം അത്ര റിലാക്സ്ഡ് ആയിട്ടും ക്ലാരിറ്റിയോടുകൂടെ ഷൂട്ട് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നതിന് വലിയ സന്തോഷം. വെരി എക്സൈറ്റഡ്. സിനിമ തിയേറ്ററിൽ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അഖിലേട്ടൻ്റെയും എൻ്റെ ഒരു കോംബോ എങ്ങനെ വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ താങ്ക് യു. സിനിമ സിംഗ് സൗണ്ടിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം മലയാളത്തിൽ പൊതുവെ കുറവാണ്, ഡബിംഗ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യാറ്. പക്ഷേ സിംഗ് സൗണ്ടിന്റെ ബ്യൂട്ടി, അത് കൊടുക്കുന്ന ഡയമെൻഷൻ ഫീൽ ചെയ്യിപ്പിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നുള്ളത് അനിൽ രാധാകൃഷ്ണനാണ്. നമ്മുടെ സ്റ്റേറ്റ് ഓർഡിനറാണ്. കുട്ട പഞ്ച പോലുള്ള വലിയ പടങ്ങൾ ചെയ്തിട്ട് ബോളിവുഡിൽ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നാട്ടിലാണ്. അപ്പോൾ അനിലിന്റെ ഒരു രണ്ടു വാക്ക്. ഇത് നമ്മളെല്ലാവരും വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഒരു 6 മാസം കൊണ്ട് എനിക്ക് വന്ന് നരേഷൻ കഴിഞ്ഞ് ഫിനിഷ് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഇത്. മലയാളത്തിൽ പൊതുവെ സിംഗ് സൗണ്ട് നടക്കുന്നുണ്ടെങ്കിലും വളരെ മറ്റേ ഹിന്ദി അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഇൻഡസ്ട്രി നോക്കുമ്പോൾ വളരെ കുറച്ച് നമ്പർ ഓഫ് ഫിലിംസ് ഒരു കൊല്ലം മലയാളത്തിൽ നടക്കാറുള്ളൂ. അഖിലിൻ്റെ 2ാം സിനിമയാണ്. അഖിൽ പാച്ചു 9 കൊടുക്കുന്ന സിംഗ് സൗണ്ട് ആയിരുന്നു. സിംഗ് സൗണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ക്യാമ്പിലൊക്കെ പോകുന്നതിൽ വളരെ എൻജോയ് ചെയ്ത് ഒരു വളരെ ജോളിയായിട്ട് ഫിനിഷ് ചെയ്ത സിനിമയാണ്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലിജു കൂടെയുണ്ട്. ലിജു ആണ് കളറിസ്റ്റ് സിനിമയുടെ. വീട്ടിൽ ഫർണിച്ചറിനേക്കാൾ കൂടുതൽ സ്റ്റേറ്റ് ഓർഡറുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് കണ്ട എല്ലാ കളങ്കായാലും നൈസറായാലും എല്ലാം ചെയ്തിട്ടുള്ളത് ലിജു. ഒരു ഗ്രാമമാണ് നമ്മൾ ഇതിൽ പ്രീമിയസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. വലിയൊരു ആഗ്രഹം ഗ്രാമ സിനിമ. പക്ഷേ ഞാൻ ആക്ച്വലി 25 വയസ്സിൽ വളർന്ന ഗ്രാമത്തിലാണ്. അപ്പോൾ അച്ഛൻ കുറേ നാളായിട്ട് എൻ്റെ ഓർമ്മയിൽ സ്നേഹമായിട്ട് വന്നിട്ടാണ് അവസാനത്തെ ഗ്രാമ സിനിമ. അപ്പോൾ മനസ്സിൽ കണ്ട ഗ്രാമം അതിൽ നേരാക്കി തന്ന കളറിസ്റ്റാണ് ലിജു. വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ പ്രൊജക്റ്റിൽ വരുമ്പോൾ. ആക്ച്വലി അങ്ങനെ പറഞ്ഞ പോലെ ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണ്. ഒട്ടും ഒരു സ്ട്രെസ് ഇല്ലാണ്ട്, ഒട്ടും ഒരു പ്രഷർ തരാണ്ട് വർക്ക് ചെയ്തൊരു ഫിലിം. ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇത് വളരെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സണൽ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഓരോ
സീനും എനിക്ക് ഭയപ്പെട്ടാണ് ആക്ച്വലി. അത് ഇതിൻ്റെ ഓരോ സീനും നേരത്തെ പറഞ്ഞ ഗ്രാമത്തിൻ്റെ ഒരു കുളിർമ അത് ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. മോസ്റ്റ്ലി അത് കിട്ടിയിരുന്ന എൻ്റെ ഒരു വിശ്വാസം. അത് നിങ്ങളിങ്ങനെ ട്യൂബിൽ കണ്ടപ്പോഴും ഫൈനലോട്ട് കണ്ടപ്പോഴും അത് ആ തനിമ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒത്തിരി പ്രൊഡക്ഷൻ ഈ പടം ഒത്തിരി വലിയൊരു വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആവുന്നില്ല ഒരു പ്രതീക്ഷയുണ്ട് ആക്ച്വലി. നല്ലൊരു പടമായിട്ട് വരും. ക്രിസ്മസിന് എന്തായാലും നല്ല രീതിയിൽ പ്രേക്ഷകരുടെ അടുത്ത് താങ്ക് യു.